Hi everyone, welcome to Team Antron. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സൈറ്റിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഒരു വേക്കൻസി റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ പറയുന്നുണ്ട് എന്താണ്, ഇതൊരു സിവിലിയൻ പോസ്റ്റ് ആണ്. സിവിലിയൻ പോസ്റ്റിലേക്കുള്ള വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ, അതായത് നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് ഒക്ടോബർ 15-നാണ്. ഒക്ടോബർ 15-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 23, 2025-നാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഒക്ടോബർ 23, 2025-ലാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 6 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 23-ന് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 6 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്തിൻ്റെയൊക്കെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ ഏത് പോസ്റ്റിലേക്കൊക്കെ ഉള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സ്റ്റോർ കീപ്പർ ആണ്. അത് സ്റ്റോർ കീപ്പറിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 12th പാസ് ആയിരിക്കണം. നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് 12th പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് എൻജിൻ ഡ്രൈവർ. എൻജിൻ ഡ്രൈവറിൻ്റെ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ്, മെട്രിക്കുലേഷൻ, അതായത് എന്താണ് 10th പാസ് ആയിരിക്കണം. 10th ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ലാസ്കറിൻ്റെ ആണെങ്കിൽ എന്താണ്, നിങ്ങൾ 10th പാസ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ നിങ്ങൾ എൻജിൻ ഡ്രൈവർ ആണെങ്കിൽ 10th, ലാസ്കർ ആണെങ്കിൽ 10th, നിങ്ങൾ സ്റ്റോർ കീപ്പർ ആണെങ്കിൽ എന്താണ് 12th പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ വരുന്ന ഒരു പോസ്റ്റാണ് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ എന്താണ് 10th പാസ് ആയിരിക്കണം. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് HMV, അതായത് എന്താണ് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. സോ ഇതാണ് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പിയൂൺ ആണ്. സോ ഇതിലേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ്, നിങ്ങൾ 10th പാസ് ആയിരിക്കണം. അതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫൈനലി വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വെൽഡർ ആണ്. വെൽഡർ ആണെങ്കിൽ നിങ്ങൾ 10th പാസ് ആയിരിക്കണം. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് IT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ITയുടെ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. സോ ഇത്രയുമാണ് നിങ്ങളുടെ പോസ്റ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എന്ന് പറയുന്നത്. ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സ് ആണ്. അതായത് നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ റിട്ടേൺ എക്സാം ആണ് വരുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന്. ഫസ്റ്റ് നിങ്ങളുടെ റിട്ടേൺ എക്സാം ആണ്, ഓഫ്ലൈൻ മോഡ് എക്സാം ആണ് വരുന്നത്. അതും നിങ്ങളുടെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് എന്താണ്, 1 hourനുള്ളിലാണ് നിങ്ങളുടെ എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 50% മാർക്ക് വേണം ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ആവാനായിട്ട്. അതുമല്ല നിങ്ങളൊരു SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45% മാർക്ക് മതി ഇതിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് എന്ന റിട്ടേൺ എക്സാം ആണ്. അതിനുശേഷം വരുന്നത് ട്രേഡ് ടെസ്റ്റ് ആണ്. ഫൈനലി നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയുമാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓഫ്ലൈൻ മോഡ് എക്സാം ആണ് വരുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 1 hour ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഈ ഒരു എക്സാമിന്റെ സിലബസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ്, ജനറൽ നോളജ് ആണ്. ജനറൽ നോളജിൽ നിങ്ങൾക്ക് ടോട്ടൽ ഉണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യൻ ആണ് ജനറൽ നോളജ് എന്ന സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്, 20 മാർക്കാണ്. അതായത് 20 ക്വസ്റ്റ്യന് 20 മാർക്കാണ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മാത്തമാറ്റിക്സ്, അതായത് കണക്കിൽ നിങ്ങൾക്ക് എന്താണ് സെയിം ഇത് ജനറൽ നോളജിൻ്റെ കണക്ക് തന്നെ 20 ക്വസ്റ്റ്യന് 20 മാർക്കുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിനും നിങ്ങൾക്ക് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. സോ ഇത്രയും സബ്ജക്റ്റിനും നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ സെയിം മാർക്കാണ് വരുന്നത്. അതുപോലെ ഫൈനലി വരുന്ന നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റ് ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു പോസ്റ്റിൻ്റെ ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഡ്രൈവർ ആണോ, അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കൽ ഏത് പോസ്റ്റിൽ ലാസ്കർ ആണോ, ഏത് പോസ്റ്റിലേക്കാണെങ്കിലും ആ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ട്രേഡ് ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ടെസ്റ്റിന് നിങ്ങൾക്ക് 20 മാർക്ക്, അതായത് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡിസംബർ 6 വരെ നിങ്ങൾക്ക് എന്താണ് ടൈം ഉള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഫുള്ളിൻ്റെ ടൈം വരുന്നത്, അതായത് ഡ്യൂറേഷൻ വരുന്നത് എന്താണ് 1 hourൻ്റെ എക്സാം ആണ്. സോ നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണ് വരുന്നത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് എത്ര ഏജ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ആർക്കൊക്കെ ഏത് ഏജിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്നുള്ളത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏജിലുള്ളവർക്ക് ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഡീറ്റെയിൽസ് എല്ലാം അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഏജ് ലിമിറ്റ്, കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് റൺ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ PDF, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഇപ്പോൾ വന്ന PDF നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവുന്ന മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്, അതായത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് PDF കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പർ ആണിത്. സോ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സംബന്ധിച്ചോ അഡ്മിഷൻ സംബന്ധിച്ചോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.